നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്കാണ് ഹിജ്റ പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ അല്ലാഹു തആല വഹീ മുഖേന നബി തങ്ങൾക്ക് ഹിജ്റക്ക് വേണ്ടി വേറെയും കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് ചോയ്സ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ കൊടുത്തതിൽ ഒരു സ്ഥലമാണ് അൽഹസ എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ കൂടെ ചരിത്ര പണ്ഡിതനായിട്ടുള്ള അറക്കൽ ഉസ്താദ് അവർകളുണ്ട്. ആ ഉസ്താദിനോട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ചരിത്രം അന്വേഷിക്കാം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പലായനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഹിജ്റ സംബന്ധമായ പല സന്ദേശങ്ങളും വഹിയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. 3 സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും ഫഹിയ ദാറു ഹിജ്റതിക്, അത് നിങ്ങളുടെ ഹിജ്റയുടെ വീടാണെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അക്കൂട്ടത്തിൽ ഖിന്നസിരീൻ, ഒന്ന് അലപ്പോ അഥവാ സിറിയയിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അലപ്പോ. ഈ അലപ്പോ നഗരത്തിനാണ് ഖിന്നസിരീൻ എന്ന് അറബിയിൽ പറയുക. ഒന്ന് ഖിന്നസിരീനിലേക്കാവട്ടെ, മറ്റൊന്ന് അൽഹസ അഥവാ അൽ ഹജർ. ഹജർ എന്നത് അൽഹസക്ക് 14 പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് ഹജർ എന്ന്. ആ ഹജർ എന്ന രാജ്യത്തേക്കാവട്ടെ, അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലുകുത്തിയതായും അതുപോലെ തന്നെ ദഖൽതു മഖാലീദഹ, ഞാൻ അതിൻ്റെ കൊത്തളങ്ങളിലേക്ക് കയറിയിട്ടുണ്ടെന്നും മഷ്കർ കോട്ട ഞാൻ കണ്ടിട്ടുണ്ടെന്നും മാത്രമല്ല സാറ തടാകത്തിൽ നിന്ന് ഞാൻ വെള്ളമെടുത്തിട്ടുണ്ടെന്നും അത് ഞാൻ തൊട്ടിട്ടുണ്ടെന്നുമൊക്കെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ അടക്കം നിരവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അബ്ദുൽ ഖൈസിന്റെ സംഘം വന്നപ്പോൾ അൽഹസയിലെ ഓരോ ഈത്തപ്പഴങ്ങളിലും പ്രവാചകരുടെ വടി കുത്തിക്കൊണ്ട് ഇത് ഇന്നാലിന്ന ഈത്തപ്പഴമാണെന്ന് പറയുകയും ബർണി ഈത്തപ്പഴമാണ് നിങ്ങളുടെ ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മുടെ വിഷയം ഹിജ്റക്ക് പോകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചോയ്സ് നൽകപ്പെട്ട 3 രാജ്യങ്ങളിൽ ഒന്നാണ്. ഇത് സംബന്ധമായ വിഷയങ്ങൾ നാം നേരത്തെ ആവിഷ്കരിച്ച അഥവാ നമ്മുടെ വീഡിയോയിൽ അൽഹസയെക്കുറിച്ചും ഹിജ്റ സംബന്ധമായ സന്ദേശങ്ങളുമൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് സാബി പ്ലേ ചെയ്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്താൽ ഇൻഷാ അള്ളാഹ് അത് സംബന്ധമായി ആളുകൾക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. നമ്മൾ ഫ്ലൈസർ ട്രാവൽസിന്റെ കീഴിൽ സാധാരണഗതിയിൽ സൗദി ഇൻബൗണ്ട് ടൂറിസം നടത്താറുണ്ട്. ആ സന്ദർഭത്തിൽ ഈ അൽഹസ നഗരവും അതുപോലെ ഹസയിലെ ജുവാസ പള്ളിയും അതുപോലെ അൽഹസയിൽ തന്നെ യുനെസ്കോ അംഗീകരിച്ച വലിയ, നേരത്തെ സാബി ചെയ്തിരുന്നു എന്ന് തോന്നുന്നു അല്ലെ, ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ ജബലുൽ ഖാറയുടെ അത്ഭുത ഗുഹ, തണുപ്പ് കാലത്ത് ചൂടും ചൂടുകാലത്ത് തണുപ്പുമൊക്കെ അനുഭവപ്പെടുന്ന അത്ഭുതങ്ങളൊക്കെ ഉള്ള എല്ലാം കാണിച്ചു കൊടുത്ത് നമ്മൾ ഇൻബൗണ്ട് ടൂറിസം ചെയ്യാറുണ്ട്. അൽഹസ മാത്രമല്ല, സൗദി അറേബ്യയിലെ വിവിധ ചരിത്ര കേന്ദ്രങ്ങൾ അൽഹസ, അതുപോലെ മദായിൻ സാലിഹ്, അൽ ഉല, തബൂക്ക് തുടങ്ങി ഒരുപാട് മേഖലകൾ, റിയാദിൽ യമാമ അടക്കമുള്ള ദർഇയ അടക്കമുള്ള ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനും പോകുവാനും ഒക്കെ അവസരമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈ വീഡിയോ നിങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്താൽ നന്നാകുമെന്ന് തോന്നുന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ ഞാനും അന്ന് ഇൻബൗണ്ട് ട്രിപ്പിൽ പോയപ്പോൾ ദാറയും ദീറയും അല്ലുലയും മഷാൽ തോയിഫും റിയാദും മക്കയും ജിദ്ദയും, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും അതൊക്കെ നിങ്ങൾക്കും ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യാവുന്നതാണ്. ഉസ്താദിന്റെ ഫ്ലൈസർ ട്രാവൽസിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും അൽഹസയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഉസ്താദ് തന്നെ മുമ്പ് ചെയ്ത ആസാർ TV എന്ന അറ്റ്ലസ് സ്റ്റഡീസ് ആൻഡ് ആന്റിക് റിസർച്ച് വളരെ വ്യക്തമായിട്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് ചരിത്ര പഠന മനന ഗവേഷണത്തിലൂടെ ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പ്രകൃതിദത്തമായ മരുപ്പച്ചകളുടെ സമൃദ്ധി മൂലമാകണം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ അൽ അഹ്സ എന്ന പ്രദേശം കുടിയേറ്റ മേഖലയായത്. വിവിധ അറേബ്യൻ ദേശങ്ങളിൽ നിന്നും ആളുകൾ കുടിയേറിപ്പാർത്ത സ്ഥലമാണ് അൽ അഹ്സ. അതിൽ നിന്ന് തന്നെയാകണം പല ഭാഷാ സംസ്കാര ഭേദങ്ങളും അൽ അഹ്സയുടെ സംസ്കൃതിയിൽ മഷിചാലിച്ചത്. കലാരൂപങ്ങളും താളഭേദങ്ങളും സമൃദ്ധി പകർന്ന നാടുകൂടിയാണിത്. ഇസ്ലാമിക ചരിത്രത്തിലെ സ്തോഭജനകമായ നിരവധി അധ്യായങ്ങൾ രചിക്കപ്പെട്ട പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ആധുനിക സൗദിയുടെ $1 വിപ്ലവത്തിന് നാന്ദി കുറിച്ചതും അൽ അഹ്സ തന്നെ. 1865 ബ്രിട്ടീഷ് കണക്കെടുപ്പുകാരൻ കേണൽ പെല്ലി കണ്ടെത്തിയതനുസരിച്ച് സൗദി അറേബ്യൻ ഊഷരഭൂമിയുടെ ആകെ വരുമാനം അൽ അഹ്സയിൽ നിന്നാണ് വരുന്നത്. ഒട്ടോമൻ ഭരണകാലത്ത് തന്നെ ഹസാവിയൻ മരുപ്പച്ചകൾക്കിടയിൽ എണ്ണ കണ്ടെത്തിയതായി ഹോംസ് രേഖപ്പെടുത്തുന്നു. ഹോംസ് കണ്ടെത്തിയ
അറേബ്യൻ എണ്ണയുടെ മാന്ത്രിക വിജയം അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരായിരുന്നു അബൂ നഫത്ത്, എണ്ണയുടെ പിതാവ്. സൗദ് കുടുംബത്തെ തകർക്കാൻ തുർക്കി ആദ്യം പിടിച്ചെടുത്തത് അൽ അഹ്സ എന്ന പ്രദേശമായിരുന്നു. അവിടെ നിന്നുള്ള വരുമാനം നിലച്ചാൽ സൗദ് കുടുംബത്തെ ഇളക്കാൻ എളുപ്പമാണെന്ന് അവർക്കറിയാമായിരുന്നു. ചുരുക്കത്തിൽ ശോഭാവഹമായ പ്രഭാതത്തോടെയാണ് അൽ അഹ്സ അതിന്റെ പ്രാരംഭം കുറിച്ചത്. ഹിജ്റ സംബന്ധമായ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റ സംബന്ധമായ സ്വപ്ന ദർശനമുണ്ടായപ്പോൾ ആദ്യമായി മനസ്സിൽ ഓടിയെത്തിയ സ്ഥലം അൽ അഹ്സയാണ്, അഥവാ ഹജർ എന്നാണ് ഹദീസിൽ കാണുന്നത്. ഹജർ എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അൽ അഹ്സ എന്ന നാം ഇപ്പോൾ നിൽക്കുന്ന ഈ ഭൂമികയുടെ പേരായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. ഈ പ്രദേശത്തിനാണ് മഷ്കർ എന്ന പേരിൽ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ 6-ാം വർഷം സന്ദർശിക്കാൻ പോയ അഷജ് ഇബ്നു അബ്ദുൽ ഖൈസിൻ്റെ നേതൃത്വത്തിലുള്ള 21 അംഗ സംഘത്തോട് ഈ മഷ്കർ കൊട്ടാരത്തെക്കുറിച്ചും മഷ്കറിൻ്റെ ഇഖ്ലീദിനെക്കുറിച്ചും ചോദിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അൽഅഹ്സയും ഹിജ്റ യാത്രയും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാനായി ചെന്ന 21 അംഗ സംഘം, അതിന്റെ നേതാവ് അഷജ് ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അടക്കമുള്ള സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ദീർഘമായ സംഭാഷണം പല ഹദീസുകളിലും പല റിവായത്തുകളുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായി സൂചിപ്പിക്കുന്ന ഒരു ഭാഗം കാണാം, അയ്യു ഹജരിൻ അഅസ്, ഹജർ എന്ന ദേശത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഖുൽന അൽ മഷ്കർ, ഞങ്ങൾ പറഞ്ഞു മഷ്കറാണ്. അഥവാ മഷ്കർ എന്ന ദേശം ജബലുൽ ഖാറയാണെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. നാം ഈ കാണുന്ന ജബലുൽ ഖാറയെക്കുറിച്ചാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സംഭാഷണത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തം. ഹദീസിൽ കാണാം, ഫവല്ലാഹി ലഖദ് ദഖൽതുഹാ വഅഖദ്തു ഇഖ്ലീദഹാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ആ കോട്ടയിൽ പ്രവേശിക്കുകയും അതിന്റെ നിലവറകളിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്റ സംബന്ധമായ പഠനങ്ങളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്ന ദർശനമുണ്ടായപ്പോൾ ഈന്തപ്പഴത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നാട്ടിലേക്ക് പോകുന്നതായി കണ്ടപ്പോൾ ആദ്യമായി മനസ്സിൽ ഉദയം ചെയ്ത സ്ഥലവും അൽ അഹ്സ തന്നെയാണ്. മാത്രമല്ല മറ്റൊരു ഹദീസ് ഇമാം ത്വബറാനി, ഹാക്കിം, തിർമുദി തുടങ്ങിയ മുഴുവൻ മഹാരഥന്മാരും ഉദ്ധരിക്കുന്നു. ഞാൻ 2 മലകൾക്കിടയിലുള്ള ചതുപ്പ് സ്ഥലം എന്റെ ഹിജ്റ സ്ഥലമായി കണ്ടു. ഒന്നിരിക്കൽ അത് യസ്രിബാവാം, അതല്ലെങ്കിൽ അത് ഹജർ എന്ന അൽ അഹ്സ എന്ന പ്രദേശമാവാം. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുകയും അതിൽ മഷ്കർ എന്ന ദേശത്തെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്തു. അൽ അഹ്സ എന്ന അറബി പദത്തിന്റെ അർത്ഥം ജലവീജി എന്നാണ്. ഭൂഗർഭജലം സമൃദ്ധമായതിനാലാണ് ഈ പ്രദേശത്തിന് ഈ പേര് വെക്കപ്പെട്ടത്. ശാദ്വല ഭൂമിയാണ്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ തെക്കുഭാഗത്തായി നിലകൊള്ളുന്നു. എണ്ണപ്പാടങ്ങൾക്ക് മധ്യേ കിഴക്ക് സുപ്രസിദ്ധമായ ദഹ്ന മണൽക്കാട്. 40 കിലോമീറ്റർ ചുറ്റളവിൽ 72 കാർഷിക ഗ്രാമങ്ങളുടെ സംഗമ സ്ഥാനമാണ് അൽ അഹ്സ. 100-ലധികം മരുപ്പച്ചകളുണ്ടെന്നത് അൽ അഹ്സ എന്ന പ്രദേശത്തിന്റെ സ്വന്തം. ചില പുസ്തകങ്ങൾ അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ ആഗോളതലത്തിൽ ഏറ്റവും വലിയ മരുപ്പച്ച, ഒയാസിസ്, അത് അൽ അഹ്സ എന്ന പ്രദേശം തന്നെയാണ്. നിത്യഹരിത വൃക്ഷത്തിൽപ്പെട്ട ഈത്തപ്പഴത്തോട്ടങ്ങൾക്കിടയിലൂടെ കൈത്തോടുകൾ ഒഴുകുന്ന രംഗങ്ങളും അൽ അഹ്സയുടെ വളരെ വലിയ മരുഭൂതാരകൾക്കിടയിലെ ഭക്ഷണ തളിക എന്ന അപരനാമത്തിൽ അൽ അഹ്സ എന്ന പ്രദേശം അറിയപ്പെടുന്നു. 10,000 ഹെക്ടറിലധികം കൃഷിഭൂമികളുള്ള അൽ അഹ്സയുടെ ചില ഭാഗം കേരളത്തെ അനുസ്മരിപ്പിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സഞ്ചാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇബ്നു ബത്തൂത്ത റിഹ്ലയിൽ ഉദ്ധരിക്കുന്നതായി കാണാം, എണ്ണമറ്റ ഈന്തപ്പന വൃക്ഷങ്ങളുടെ സംഗമസ്ഥാനമാണ് അൽ അഹ്സ. അതുകൊണ്ട് തന്നെ സ്വന്തം മൃഗങ്ങൾക്ക് പോലും തീറ്റ കൊടുക്കുന്നത് ഈത്തപ്പഴങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു.
ചരിത്ര പണ്ഡിതൻ ഇബ്നു ഖൽദൂനും സമാനമായ ഉദ്ധരണികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ അഹ്സ നിവാസികളുടെ മദീന സന്ദർശനത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ കാണാം. അതിൽ സുവ്യക്തവും ഏറെ പ്രസക്തവുമാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന ഖൈറ അഹ്ലിൽ മശ്രിഖി അബ്ദുൽ ഖൈസ്, കിഴക്കൻ ദേശക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളവർ അബ്ദുൽ ഖൈസ് ആണെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, മർഹബം ബിൽ ഖൗം ഗൈറ ഖസായ വലാ നദാമ, ഒരിക്കലും ദുഃഖമോ അല്ലെങ്കിൽ വ്യസനമോ ചേരാത്ത വിഭാഗമാണ് അൽ ഹസ്സ നിവാസികൾ. അതുകൊണ്ട് തന്നെ അൻസ്വാരികളുടെ സ്വഭാവവും അഷ്ബഹുന്നാസി ബിൽ അൻസ്വാരി അഷ്ആറൻ വ അബ്ശാറ, തൊലിയും അതുപോലെ തന്നെ മുടിയും അൻസാറുകളോട് ഏറ്റവും സാദൃശ്യമുള്ള വിഭാഗമാണ് അൽ അഹ്സ നിവാസികളെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽ അഹ്സ നിവാസികളെ കുറിച്ച് അടുത്തറിയുകയും ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അനുഭവിച്ചറിയുകയും ചെയ്യുക.